ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ ആയില്ലേ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട്, കുറച്ചൊക്കെ തിരക്കൊക്കെ ആയിപ്പോയി. അതാണ് വീഡിയോസൊക്കെ ഇടാഞ്ഞത്. ഇന്ന് ഞാൻ നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിന് മുമ്പായി എന്നെ മറന്നിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ടർക്കി കോഴികളെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ടർക്കി കോഴികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, വീട്ടുവളപ്പിൽ ഇവയെ വളർത്താനാകുമോ എന്നൊക്കെ ഒരു ചെറിയൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടർക്കി കോഴിയെ വളർത്തുന്നവർക്ക് മിക്കവർക്കും ടർക്കി കോഴികളെ പറ്റി അറിയാം. എന്നാലും എനിക്കറിയുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം കേട്ടോ. നമ്മുടെ കോഴിയേക്കാളും സാധാരണ ഒരു കോഴിയേക്കാളും ടർക്കി കോഴികൾക്ക് നല്ല വലിപ്പം കൂടും. ശരാശരി 80 ഗ്രാം തൂക്കമുള്ള മുട്ടകളായിരിക്കും ഇവ ഇടുന്നത്. പിട ടർക്കി 7 മാസം പ്രായമെത്തുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. ഒരു വർഷം പരമാവധി 100 മുട്ടകളാണ് ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പൂവൻ ടർക്കിക്ക് വളർച്ചയെത്തിയാൽ 7 കിലോ വരെ തൂക്കം വരുന്നതായിരിക്കും. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ ടർക്കി കോഴികളുടെ ഇറച്ചിയെ പറ്റിയാണ്. ഇവയുടെ ഇറച്ചിയിൽ കൊളസ്ട്രോൾ തന്നെ കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റിറച്ചിയെ അപേക്ഷിച്ച് മാംസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. അതിൽ പിന്നെ അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, സിങ്ക് എന്നീ ധാതുക്കളും മികച്ച തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുട്ടയും എന്ന് പറയുന്നത് നല്ലൊരു പോഷക സമൃദ്ധമായതാണ്. പിന്നീട് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളതാണ്, നമ്മുടെ ഈ ടർക്കി കോഴിയെ നമ്മൾ വീട്ടിലൊക്കെ വളർത്താവോ എന്നുള്ളതാണ്. നമ്മുടെ അടുക്കളമുറ്റത്തും തെങ്ങിൻ തോപ്പുകളിലും ടർക്കിയെ നമുക്ക് വളർത്താവുന്നതാണ്. വീട്ടിൽ ചുറ്റും വേലി കെട്ടിയിട്ടൊക്കെ നമുക്ക് കോഴീനെ വളർത്താം. രാത്രി കാലങ്ങളിൽ 1-4 ചതുരശ്ര അടി എന്ന തോതിൽ കൂട് നിർമ്മിച്ചിട്ട് നമുക്കതിനെ വളർത്താവുന്നതാണ്. കോഴിത്തീറ്റയ്ക്ക് പുറമെ തീറ്റപ്പുല്ല് അരിഞ്ഞു നുറുക്കിയൊക്കെ ഇവയ്ക്ക് കൊടുക്കാവുന്നതാണ്. പച്ചക്കറി അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ഇവയ്ക്ക് സ്റ്റാർട്ടറും ഒക്കെ കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് കൈത്തീറ്റയും നൽകി വളർത്താവുന്നതാണ് ഇവയെ. പിന്നീട് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ അപരിചിതരെ കാണുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. വീട്ടിലുള്ളവരെ അല്ലാണ്ട് പുറമേ ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഇവർ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാവൽക്കാരുടെ ഒരു ജോലി നമ്മുടെ ടർക്കി ചെയ്യുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇവ കീടങ്ങളും ഇഴജന്തുക്കളെയൊക്കെ ഭക്ഷിക്കുന്നത് കൊണ്ട് നമുക്കിവയെ പൂർണ്ണമായിട്ട് വളർത്താവുന്നതാണ്. കാരണം പാമ്പ് പോലുള്ള ഇഴജന്തുക്കളൊക്കെ വരുന്നവയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതിന് മുഖ്യ പങ്കും നമ്മുടെ ടർക്കിക്കോഴി വഹിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുറേ ആയി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ടർക്കി കോഴിയെ പറ്റി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇനി പുറമെ ഞാൻ സെയിൽസ് വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും